നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 8. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയിലേക്കാണ് ആദ്യം. വിദ്യാർത്ഥിനികളടക്കമുള്ള പൊതുസമൂഹത്തിന്റെ ദീർഘനാളായുള്ള ആവശ്യത്തിന് ഒടുവിൽ ഫലം കണ്ടു. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലയിലെയും വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കി. 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് പരമാവധി 60 ദിവസം വരെ പ്രസവാവധിയും അനുവദിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധി ഉൾപ്പെടെ 73% അവധി നിശ്ചയിച്ചുകൊണ്ടാണ് ഉത്തരവ്. ഭേദഗതികൾ വരുത്താൻ സർവകലാശാലകൾക്ക് നിർദ്ദേശവും നൽകി. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടപ്പാക്കിയ മാതൃക പിന്തുടരാനാണ് സർക്കാർ തീരുമാനം. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിവാദം അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ല. കോടതി കയറിയ തപാൽ വോട്ടുകൾ അടങ്ങിയ ബാലറ്റ് പെട്ടി അടുത്ത കാലത്തൊന്നും കോടതിയിൽ നിന്ന് ഇറങ്ങില്ലെന്ന് വ്യക്തമായി. വോട്ട് പെട്ടിയിൽ നിന്ന് ബാലറ്റ് കാണാതായ വാർത്ത ഇന്നാണ് പുറത്തു വന്നത്. 5ാം ടേബിളിലെ ബാലറ്റുകൾ കാണാതായതായാണ് സബ് കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ ബാലറ്റ് കാണാതാകലും തുടർന്നുള്ള വിവാദങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ഏറെ ചർച്ചയാകുമെന്ന് ഉറപ്പ്. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണ ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ടിയിരുന്ന തപാൽ ബാലറ്റുകൾ മലപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസിൽ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഹൈക്കോടതിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിവരമുള്ളത്. എണ്ണിയിരുന്ന ടേബിൾ നമ്പർ 5-ലെ 482 വോട്ടുകൾ അടങ്ങിയ ഒരു കെട്ട് കാണാതായിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിരിക്കുന്നത്. ഇത് എണ്ണിത്തിട്ടപ്പെടുത്തിയ, അതായത് ജനവിധിയുടെ ഭാഗമായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തിയ വോട്ടുകളാണ്. നിലവിൽ കോടതിയുടെ മുൻപിലുള്ള ഈ കേസിൽ ഇത് ബാധിക്കുന്നതല്ല. കാരണം നിലവിലെണ്ണാനുള്ള 348 വോട്ടുകൾ അത് കോടതിക്ക് മുമ്പിൽ സുരക്ഷിതമായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ച് ഇരു കക്ഷികളും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഈ വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട്. കാരണം കോടതിയുടെ മുൻപിൽ എത്തിയിരിക്കുന്ന റിപ്പോർട്ടിൽ 482 വോട്ടുകൾ തപാൽ വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയതാണെങ്കിൽ പോലും അത് കാണാതായി എന്ന വിവരമാണുള്ളത്. ഇത് അങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ്, നശിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അത്തരത്തിൽ വലിയൊരു അശ്രദ്ധ ഇത് കൈകാര്യം ചെയ്ത അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സബ് കളക്ടർ തന്നെ ഹൈക്കോടതിക്ക് മുമ്പ് സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ ഇനി എണ്ണാനുള്ള അല്ലെങ്കിൽ കോടതിയുടെ മുൻപിലുള്ള 348 വോട്ടുകൾ എണ്ണുന്ന കേസിനെ സംബന്ധിച്ച് ഈ വോട്ടുകൾ കണക്കാക്കുന്ന അല്ലെങ്കിൽ പോലും കേസിന്റെ ഗതിയിൽ ഈ സംഭവത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന കക്ഷികളുടെ ആരോപണത്തിന് ശക്തി പകരുന്ന ഒരു സംഭവമായിട്ട് ഈ റിപ്പോർട്ടിനെ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒടുവിൽ തോമസ് മാഷിന് സ്ഥാനം കിട്ടി. ഇനി പഴയ തട്ടകമായ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സമ്പത്ത് വഹിച്ചിരുന്ന സ്ഥാനമാണ് ഇപ്പോൾ KV തോമസിന് നൽകിയത്. ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി എന്ന ചുമതല. ഏറെ കാത്തിരുന്ന അംഗീകാരം ലഭിച്ച സന്തോഷത്തിൽ KV തോമസ് ഇരിക്കുമ്പോൾ പഴയ സഹപ്രവർത്തകരുടെ മറുപടിയാകട്ടെ പരിഹാസം നിറഞ്ഞതായിരുന്നു. നമുക്കൊരു ഉത്തരവാദിത്വം വരുമ്പോൾ സന്തോഷമാണ്. ആ ഉത്തരവാദിത്വം ചെറുതും വലുതുമായിട്ട് ഉത്തരവാദിത്വം നമുക്കറിയാം. ഞാൻ കുമ്പളങ്ങിയിലെ വാർഡ് പ്രസിഡൻ്റായിട്ട് വന്നു. അത് വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചു. DC സെക്രട്ടറിയായി അന്ന് അത് സന്തോഷമായി. DC പ്രസിഡൻ്റായി, കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന മന്ത്രിയായി. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക, അതിനെൻ്റെ ഒരു ആത്മാർത്ഥമായ പരിശ്രമം എന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. മുരളിക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അതിന് കാലാവസ്ഥ അതിപ്പോൾ മുരളി എങ്ങനെ അത് കാണുന്നതെന്ന് എനിക്കറിയില്ല. മുരളിക്ക് ഡൽഹി ഇഷ്ടമാണോ അതല്ല അദ്ദേഹത്തിന് ഇഷ്ടം കേരളമാണോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. കേരളത്തിലെ CPM-ഉം കേന്ദ്രത്തിലെ സംഘപരിവാറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലെയ്സൺ ഓഫീസറായിട്ടാണ് KV തോമസിനെ ഇപ്പോൾ ഡൽഹിയിൽ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വിട്ട ശേഷം ശ്രീ KV തോമസ് നടത്തിയ ബാംഗ്ലൂർ ഡൽഹി യാത്രകൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം നിരന്തരമായി സംഘപരിവാറിൻ്റെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇടനിലക്കാരനായിട്ടാണ് പല കാര്യങ്ങളും ഒത്തുതീർപ്പിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവിഹിതമായ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഔദ്യോഗികമായി ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. അത് നല്ലതാണ്. അദ്ദേഹത്തിന് ഡൽഹി ക്ലൈമറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത് നല്ലതാണ്.
പോകുന്നവരെ കുറിച്ചൊന്നും ഞാൻ ആശയമൊന്നും പറയുന്നില്ല. പോകുന്നവർ പോയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് സമാധാനം കിട്ടുമെങ്കിൽ ഓക്കെ. പക്ഷേ ഈ കിട്ടുന്ന പദവിയൊക്കെ അത്ര വലിയ കാര്യമൊന്നുമില്ല. കേരള ഹൗസിൽ പോയിട്ട് റൂമുണ്ടാവും, ശമ്പളം ഉണ്ടാവും, സുഖമായിട്ടിരിക്കുക. ഒരു വശത്ത് KV തോമസ് സംതൃപ്തനാകുമ്പോൾ അങ്ങ് പാലായിൽ ബിനു പുളിക്കക്കണ്ടത്ത് അസംതൃപ്തനാണ്. ആഗ്രഹിച്ച നഗരസഭാ ചെയർമാൻ സ്ഥാനം കൈവിട്ടിരിക്കുന്നു. ബിനുവിനെ ചെയർമാനാക്കരുതെന്ന ജോസ് കെ മാണിയുടെ പിടിവാശിക്ക് മുന്നിൽ CPM വഴങ്ങി. ഇടത് സ്വതന്ത്രൻ ജോസ് ബിനോയെ CPM നഗരസഭ ചെയർപേഴ്സണാക്കി. നടപടിയിൽ പ്രതിഷേധിച്ച് കറുത്ത ഷർട്ടിട്ടായിരുന്നു നഗരസഭയിൽ ബിനു എത്തിയത്. എങ്ങും തൊടാതെ ജോസും എല്ലാം തുറന്നു പറഞ്ഞ് ബിനുവും രംഗത്തെത്തി. അദ്ദേഹത്തിന് വൈരാഗ്യം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നാളിതുവരെ ഞാൻ നടത്തിയിട്ടില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ, പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിലും ജയിച്ച തെരഞ്ഞെടുപ്പിലുമെല്ലാം അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഒരാളാണ്, ഒരു പ്രവർത്തകനാണ് ഞാൻ. എനിക്കത് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നു. അദ്ദേഹം തോറ്റ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിലെ 26 വാർഡുകളിൽ അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന വാർഡിൽ പോലും വലിയ ഭൂരിപക്ഷത്തിന് പുറകിൽ പോയപ്പോൾ പാലാ നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ വിജയിച്ചു വന്ന 3-4 വാർഡുകളിലായി വലിയ മജോറിറ്റി നേടിക്കൊടുക്കുന്നതിന് സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വൈരാഗ്യം, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു എളിയ പ്രവർത്തകനായ എന്നോട് കാണിക്കുന്നതിലുപരിയായി തരപ്പടിക്കാരോടും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയ സമകാലീനരോടുമൊക്കെ അദ്ദേഹം ചെയ്ത രാഷ്ട്രീയ വൈരാഗ്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അസഹിഷ്ണുതയുടെ പ്രവർത്തന ശൈലിയാണ്, കലഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയാണ്, വൈരാഗ്യത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ ശൈലിയായിരിക്കാം എൻ്റെ അവസരം കളയുന്നതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു വൈരാഗ്യമുള്ളതായിട്ട് എനിക്കറിയത്തില്ല. എന്തെങ്കിലും വൈരാഗ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിന് മറുപടി പറയുന്നതിന് ഞാൻ തയ്യാറാണ്. നടക്കുന്നതിന് മുമ്പ് ഓഫീസായിട്ടുള്ള സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് അദ്ദേഹം പ്രഖ്യാപിച്ചു, ആരാകട്ടെ ഞങ്ങളുടെ 10 പേരും അവരെ പൂർണ്ണമായി ആരായാലും ഞങ്ങൾ വോട്ട് ചെയ്യും. അതനുസരിച്ച് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയത്തെ പൊട്ടിത്തെറിയും വഴങ്ങലുമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രത്യാഘാതമുണ്ടാക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. പക്ഷേ ശശി തരൂരിൻ്റെ ഈ ഒറ്റയാൾ യാത്ര KPCC പ്രസിഡന്റ് K സുധാകരന് അങ്ങനെ കണ്ടിരിക്കാൻ പറ്റില്ല. തരൂരിനോടുള്ള അതൃപ്തിയൊക്കെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ തന്നെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ദേശീയ തലം വിട്ട് കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ തരൂർ ശ്രമിക്കുമ്പോൾ സുധാകരൻ അമർഷത്തിൽ തന്നെയാണ്. വിവിധ ജില്ലകളിൽ പര്യടനം നടത്തുന്ന ശശി തരൂർ തന്നെ വിവരങ്ങൾ അറിയിക്കുന്നില്ലെന്നാണ് സുധാകരന്റെ പരാതി. കണ്ണൂരിൽ ഒടുവിൽ വന്നപ്പോൾ ഫോൺ പോലും വിളിച്ചില്ലെന്ന് K സുധാകരൻ പരിഭവപ്പെടുന്നു. വിമർശനങ്ങളും യാത്രകളും അങ്ങനെ തുടരുമ്പോൾ പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പറയാനുള്ളത് ഇത്രമാത്രം. ഇന്ന് ഏറ്റവും ആവശ്യം പാർട്ടിയിൽ ഐക്യമാണ്, യോജിപ്പാണ്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സന്ദർഭത്തിൽ വിഭാഗീയ പ്രവർത്തനം ആരും നടത്താൻ പാടില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാകേണ്ട സന്ദർഭമാണ്. അതുകൊണ്ടാകാം KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ആരും വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ല. പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതെല്ലാം പാർട്ടി വേദികളിൽ വേണം പറയാൻ. പാർട്ടി കൂടുതൽ സുശക്തമായി മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ്. ഗുണ്ട പോലീസുകാർക്ക് തൽക്കാലത്തേക്കെങ്കിലും ഇനി വീട്ടിലിരിക്കാം. സസ്പെൻഷനല്ല, ഡിസ്മിസ് തന്നെയാണ് വേണ്ടതെന്നാണ് പൊതുജനാഭിപ്രായം. ഗുണ്ട ബന്ധത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ 2 DYSPമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ച് DYSP KJ ജോൺസൺ, വിജിലൻസ് DYSP M പ്രസാദ് എന്നിവർക്കെതിരെയാണ് നടപടി. ഇതിൽ ജോൺസൺ DYSPയുടെ മകളുടെ പിറന്നാളാഘോഷം വരെ സ്പോൺസർ ചെയ്തത് ക്രിമിനലുകളാണെന്ന വാർത്തയും പുറത്തുവരുന്നു. തിരുവനന്തപുരം പാറ്റൂരിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് നഗരത്തിലെ ക്രിമിനൽ സംഘങ്ങളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തായത്. സംഭവത്തിൽ ഉൾപ്പെട്ട ഗുണ്ടകളായ നിധിനും രഞ്ജിത്തും തമ്മിലുള്ള സാമ്പത്തിക തർക്കം പരിഹരിക്കാൻ ഇടനിലക്കാരായി നിന്നതിനാണ് ഡിവൈഎസ്പിമാർക്കെതിരായ നടപടി. തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ച് DYSP KJ ജോൺസൺ, വിജിലൻസ് DYSP M പ്രസാദ് എന്നിവർ സാമൂഹ്യ വിരുദ്ധരുമായി അവിശുദ്ധ സഖ്യമുണ്ടാക്കിയെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. ജോൺസന്റെ മകളുടെ പിറന്നാൾ പാർട്ടി സ്പോൺസർ ചെയ്തത് ക്രിമിനലുകളാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ട് പോലും ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യത്തിലൂടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിച്ചുവെന്നും ഉത്തരവിലുണ്ട്.
അതിനിടെ പാറ്റൂർ കേസിൽ ഒളിവിൽ കഴിയുന്ന ഗുണ്ടാ നേതാക്കൾ സുഹൃത്തുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടതായി കണ്ടെത്തി. കേസിലെ രണ്ടാം പ്രതി ആരിഫാണ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയുടെ കുടുംബാംഗത്തെയും ഇടത് നേതാവിന്റെ ബന്ധുവിനെയും വിളിച്ചത്. ഇവരുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ഫോൺ പിടികൂടി. കേസിലെ 1ഉം 2ഉം പ്രതികളായ ആസിഫും ആരിഫും ഊട്ടിയിൽ ഒളിവിലാണെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദയുടെ പോലീസ് സ്റ്റേഷൻ സന്ദർശനം വിവാദത്തിലാകുന്നു. മഠം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മനോജിനെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കാൻ സച്ചിദാനന്ദ എത്തിയെന്നാണ് ആരോപണം. സച്ചിദാനന്ദ പോലീസ് സ്റ്റേഷനിലെത്തിയ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ശ്രീനാരായണ ദർശനങ്ങളുടെ വെളിച്ചം ഉയരുന്ന ശിവഗിരിയിൽ നിന്ന് ധർമ്മസംഘത്തിന്റെ പ്രസിഡന്റ് തന്നെ ക്രിമിനൽ കേസിലെ പ്രതിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയതാണ് വിവാദമായിരിക്കുന്നത്. ശിവഗിരിക്ക് കളങ്കം ചാർത്തിയ നടപടിയെന്നാണ് വിവിധ കോണുകളിൽ നിന്നുള്ള വിമർശനം. സച്ചിദാനന്ദ എത്തിയത് മഠത്തിലെ വാഹനത്തിൽ. അഡ്വക്കേറ്റ് മനോജ് പ്രതിയായ മറ്റൊരു കേസിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിനാണ് പുതിയ കേസ്. മഠത്തിന് കീഴിലെ ആശുപത്രിയിലെ ജീവനക്കാരനാണ് പരാതിക്കാരൻ. ചെമ്പടന്തി സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ നേരത്തെ മനോജിനെതിരെ കേസെടുത്തിരുന്നു. ഈ കേസിലെ സാക്ഷിയാണ് ഇപ്പോഴത്തെ പരാതിക്കാരനും വർക്കല മിഷൻ ആശുപത്രി ജീവനക്കാരനുമായ വിപിൻ. പ്രവാസിയായ വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് ശിവഗിരി തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്വാമി ഗുരുപ്രസാദിനെ കഴിഞ്ഞ മാസം മാറ്റിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പും സദാചാര പ്രശ്നവും ഉൾപ്പെടെ ഉയർന്നതായിരുന്നു ആ പരാതി. ഈ സംഭവത്തിന് പിന്നാലെ ധർമ്മസംഘം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്വാമി ഋതംബരാനന്ദയും മാറി നിന്നു. സ്വാമിമാർക്കിടയിലെ തമ്മിലടിയും ശിവഗിരിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. PFIയുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ എല്ലാ വേരുകളും പിഴുതെറിയാനുള്ള നടപടികളുമായി NIA മുന്നോട്ടു പോവുകയാണ്. റെയ്ഡുകളും അറസ്റ്റുകളും തുടരുക തന്നെ ചെയ്യും. എന്നാൽ PFI കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് ഇന്നുമുണ്ടായി. ഡിസംബർ 23 ഉത്തരവ് സർക്കാർ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നാണ് കോടതി പറഞ്ഞത്. സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് നിർദ്ദേശം നൽകിയതെന്നും നോട്ടീസ് നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലെന്നും കോടതി വ്യക്തമാക്കുന്നു. സെപ്റ്റംബർ 23 അക്രമസമരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത നടപടികളിലാണ് സർക്കാരിന്റെ മെല്ലെപ്പോക്ക് തുടരുന്നത്. ജനുവരി 15-നകം റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കാത്തതോടെയാണ് ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് ഡിവിഷൻ ബെഞ്ച് സർക്കാരിനെ വിമർശിച്ചത്. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും മുഹമ്മദ് നിയാസ് CPM ഇന്നലെ കോടതിയിൽ നടത്തിയ വിമർശനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ. കഴിഞ്ഞ ഡിസംബർ 23 സ്വത്ത് കണ്ടുകെട്ടലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങളെ സംസ്ഥാന സർക്കാർ തെറ്റായി വിലയിരുത്തി. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളിൽ 5,20,00,000 രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നായിരുന്നു കണക്കുകൾ. കേസിൽ പ്രതികളായവർ ഈ തുക നൽകാത്ത പക്ഷം അവർ ഉൾപ്പെട്ട നിരോധിത സംഘടന തന്നെ 5,20,00,000 രൂപ സർക്കാരിന് നൽകാനായിരുന്നു കോടതി നിർദ്ദേശം. റവന്യൂ റിക്കവറി നിയമം അനുസരിച്ച് നോട്ടീസ് നൽകാതെ തന്നെ സ്വത്ത് കണ്ടുകെട്ടലുമായി മുന്നോട്ടു പോകുന്നതിനുള്ള വ്യവസ്ഥകൾ നിലവിലുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നാണ് കോടതി വിമർശനം. നോട്ടീസ് പതിക്കുന്നതിന് കാത്തുനിൽക്കാതെ വരുന്ന 23-ാം തീയതിക്കകം റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കണം. 24-ന് ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളുടെ സമഗ്ര വിവരങ്ങൾ സമർപ്പിക്കണമെന്നും കോടതി പറഞ്ഞു. 3785 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെയാണ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ള പോപ്പുലർ ഫ്രണ്ട് രണ്ടാം നിര നേതാക്കളുടെ നേതൃത്വത്തിൽ സമാന്തര കൂട്ടായ്മകൾ നടക്കുന്നതായാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിൽ PFIയുടെ അടിവേര് പിഴുതെറിയാൻ മിന്നൽ പരിശോധനകളും തുടർ നടപടികളും സജീവമാക്കാനാണ് NIAയുടെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ആര്യങ്കാവിൽ പാൽ പിടിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട കമ്പനിക്ക് പാൽ കൊണ്ടുവരാൻ ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതായി മന്ത്രി വീണ ജോർജ്. പാലിൽ മായമുണ്ടോ എന്നറിയുവാൻ വ്യാപക പരിശോധന തുടരും. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഇന്ത്യൻ കോഫി ഹൌസിന്റെ ലൈസൻസ് റദ്ദാക്കി. ധാരാളം പരാതികൾ ലഭിച്ചിട്ടും അവിടുത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വേണ്ട നടപടി സ്വീകരിച്ചില്ല. അന്വേഷണ വിധേയമായി ഭക്ഷ്യസുരക്ഷാ ഓഫീസറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും സ്ഥലം മാറ്റിയതായും മന്ത്രി അറിയിച്ചു. കമ്പനിക്ക് കേരളത്തിൽ ഡയറി മാനുഫാക്ചറിംഗ് അതിനു വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഉണ്ട്. പക്ഷേ ഈ പാല് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈസൻസ് ഉള്ളതായിട്ട് കണ്ടില്ല.
അപ്പോൾ FSSAI പ്രകാരം ഈ രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് അതിൽ കൃത്യമായിട്ടുള്ള ലൈസൻസ് ഉണ്ടാകണമെന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന കോഫി ഹൗസ് ശുചിത്വ പ്രശ്നമുണ്ടായിട്ടും മാലിന്യ പ്രശ്നമുണ്ടായിട്ടും അതിന് അനുമതി നൽകി അത് തുടർന്ന് പോകാൻ അനുമതി നൽകിയ ഓഫീസേഴ്സിനെ, ഫുഡ് സേഫ്റ്റി ഓഫീസറിനെയും അസിസ്റ്റന്റ് കമ്മീഷണറിനെയും അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റിയിട്ടുണ്ട്. നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഓഫീസേഴ്സിനെതിരെ. അതോടൊപ്പം തന്നെ ഇതിൽ ഈ കോഫി ഹൗസിൻ്റെ ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്യുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. കളമശ്ശേരി കുടുംബശ്രീ ഹോട്ടലിൽ നിന്നും ഊണ് കഴിച്ചവർക്കാണ് അസ്വസ്ഥത ഉണ്ടായത്. ഊണിനൊപ്പം കഴിച്ച ഇറച്ചിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് സൂചന. അങ്കമാലി ഡി പോൾ കോളേജിലെ 10 ഡിഗ്രി വിദ്യാർത്ഥികളാണ് ഭക്ഷണം കഴിച്ചത്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുമ്പോഴാണ് സംസ്ഥാനത്ത് വീണ്ടും ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഭക്ഷ്യവിഷബാധയുടെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി ക്യാന്റീനിലെ ഭക്ഷണത്തിൽ അഴുകിയ പല്ലിയെ കണ്ടെത്തി. രസവടയിലാണ് അഴുകിയ പല്ലിയെ കണ്ടത്. ഭക്ഷണം വാങ്ങിയ അഭിഭാഷകൻ ബാർ അസോസിയേഷന് പരാതി നൽകി. ഇന്ത്യൻ കായിക മേഖലയെ പിടിച്ചുലച്ച ലൈംഗികാരോപണ വിവാദത്തിൽ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത്. ലഖ്നൌവിലെ നാഷണൽ ക്യാമ്പിൽ നിരവധി പരിശീലകർ വർഷങ്ങളായി വനിതാ താരങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് താരങ്ങളുടെ ആരോപണം. ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച ആരോപണത്തിൽ 72 മണിക്കൂറിനകം വിശദീകരണം നൽകാൻ WFIയോട് കേന്ദ്ര കായിക മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോപണ വിധേയനായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയേക്കും. നടപടി ഉണ്ടാകും വരെ സമരം തുടരാനാണ് കായിക താരങ്ങളുടെ തീരുമാനം. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ ആരോപണം കൂടുതൽ കരുത്താർജിക്കുകയാണ്. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് താരങ്ങൾ. ജന്തർ മന്ദറിൽ 30ഓളം ഗുസ്തി താരങ്ങളാണ് പ്രതിഷേധിക്കുന്നത്. സാക്ഷി മാലിക്, ബജറംഗ് പുനിയ, സരിത മോർ തുടങ്ങിയവരെല്ലാം തന്നെ പ്രതിഷേധത്തിൽ അണിചേർന്നിട്ടുണ്ട്. ലക്നൌവിലെ നാഷണൽ ക്യാമ്പിൽ നിരവധി പരിശീലകർ വർഷങ്ങളായി വനിതാ താരങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് ആരോപണം. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ നിർദ്ദേശപ്രകാരം താരങ്ങളെ സമീപിക്കുന്ന കുറച്ച് സ്ത്രീകൾ ക്യാമ്പിലുണ്ടെന്നും വിനേഷ് ഫോഗോട്ട് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ബ്രിജ് ഭൂഷൺ ലൈംഗികമായി ചൂഷണം ചെയ്തതായി 10-12 താരങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ചൂഷണങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെങ്കിലും ഫെഡറേഷനിൽ നിന്ന് വധഭീഷണിയുണ്ട്. കായിക താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ വരെ ഫെഡറേഷൻ ഇടപെടുന്നുവെന്നും വിനേഷ് ഫോഗട്ട് വെളിപ്പെടുത്തിയിരുന്നു. കോമൺവെൽത്തിലും ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡൽ നേടിയ വിനേഷ് ഫോഗട്ടിന്റെ ആരോപണം ഗൗരവമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. ഫെഡറേഷൻ ആരോപണത്തിൽ മറുപടി നൽകിയില്ലെങ്കിൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കായിക മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബ്രിജ് ഭൂഷൺ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ തെളിയിച്ചാൽ തൂക്കിലേറാനും തയ്യാറാണെന്നും ബ്രിജ് ഭൂഷൺ പറഞ്ഞു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. യുദ്ധം കൊണ്ട് പാഠം പഠിച്ചെന്നാണ് 2 ദിവസം മുൻപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. ഇന്ത്യയുമായി പാകിസ്ഥാന് ചർച്ച വേണം, അതും കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ചർച്ച. എന്നാൽ പാക് പ്രധാനമന്ത്രിയുടെ നിലപാടിൽ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇന്ത്യ ഇന്ന് പ്രതികരിച്ചത്. തീവ്രവാദവും അക്രമവും ഇല്ലാത്ത സാഹചര്യമാണ് ആവശ്യം. പാകിസ്ഥാനോടുള്ള മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കർണാടകത്തിൽ 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കലബുറഗി, യാദ്ഗിരി ജില്ലകളിൽ ജലസേചന, കുടിവെള്ള പദ്ധതികളും ദേശീയപാത വികസന പദ്ധതിയും മോദി ഉദ്ഘാടനം ചെയ്തു. ഈ മാസം ഇത് 2ാം തവണയാണ് മോദി കർണാടകയിൽ എത്തുന്നത്. കഴിഞ്ഞ 12-ന് ഹൂഗ്ലിയിൽ മോദി റോഡ് ഷോ നടത്തിയിരുന്നു. ನಿಮ್ಮ ಜೋರಾದ ಕರತಾಡನ ಇದಕ್ಕೆ ಹಿನ್ನೆಲೆ ಸಂಗೀತ ಆಗುತ್ತೆ ಅಂತ ನಾವು ಹಿನ್ನೆಲೆ ಸಂಗೀತ ನುಡಿಸ್ತಾ ಇಲ್ಲ. ನಿಮ್ಮ ಕರತಾಡನದ ಹಿನ್ನೆಲೆ ಗಾಯನ ಬರಲಿ. പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും നിശ്ചയ ചടങ്ങുകൾ മുംബൈയിൽ നടന്നു. ഗോൾധര, ചുനരി വിധി തുടങ്ങിയ ചടങ്ങുകളോടെയായിരുന്നു നിശ്ചയം. മുംബൈയിൽ മുകേഷ് അംബാനിയുടെ വസതിയായ അന്റീലിയയിലായിരുന്നു വർണ്ണാഢമായ നിശ്ചയ ചടങ്ങുകൾ. രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖരടക്കം ചടങ്ങിനെത്തി.
കൊച്ചി നഗരത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രഭാത നടത്തത്തിനിറങ്ങിയ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു. ഇന്ന് പുലർച്ചെ അഞ്ചുമനയിൽ വെച്ചാണ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ബൈക്കിലെത്തിയ യുവാവ് മാല കവർന്നത്. ഒരാൾ വന്ന് കല്ലൂര് പോകാനുള്ള വഴി ചോദിച്ച് വഴി പറഞ്ഞു കൊടുക്കണതിന്റെ ഉള്ളിൽ സ്പ്രേ അടിച്ച്. അപ്പൊ ഞാൻ ഓടി ഇവിടെ വന്ന് അടുത്ത ഫ്ലാറ്റിന്റെ അവിടെ പിടിച്ച് വിളിച്ചപ്പോൾ ആരും ഇല്ല അവിടെ. അപ്പൊ അവൻ നടന്നു വന്നിട്ട് എന്റെ മാല കുത്തി പിടിച്ചിട്ട് വലിച്ചു പൊട്ടിച്ച്. ഞാൻ പറഞ്ഞു എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യൂല, മാല തന്നാ മതി എന്ന് പറഞ്ഞു. മോഷണ സംഘം ഒരു ഭാഗത്ത് വിഹരിക്കുമ്പോൾ മോഷ്ടാവിനെ കണ്ടെത്തുന്നതിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ് പോലീസ്. ഒപ്പം സ്ത്രീകൾക്കായി ജാഗ്രതാ നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ 7 സ്നാച്ചിങ് കേസ് ഉണ്ടായിരുന്നു, 5 എണ്ണത്തിന് നമ്മൾ പിടിച്ചു. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ പിടിക്കാൻ ഒരു സംശയമൊന്നും വേണ്ട. ഇല്ല, അങ്ങനെ അറിയാൻ പറ്റത്തില്ല. നമ്മൾ CCTV ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഉടനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്പെഷ്യൽ ടീമൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ സ്നാച്ചിങ് കേസിലേക്ക് പിടിക്കുന്നത് ഇളമക്കര മാത്രം നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 7 കേസിന് 5 കേസും പിടിച്ചിരുന്നു. അപ്പോൾ ഈ 2 കേസ് നമ്മൾ പിടിക്കും. സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി കോളേജിലെത്തിയ അപർണ ബാലമുരളിയുടെ തോളിൽ കൈയിടുന്ന വിദ്യാർത്ഥിയുടെ വീഡിയോ ചർച്ചയാകുന്നു. ചെറുപ്പക്കാരന്റെ പിടിയിൽ നിന്ന് കുതറിമാറുന്ന നടിയെയും ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് ക്ഷമ ചോദിക്കാനെത്തിയ ചെറുപ്പക്കാരൻ കൈകൊടുക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 16 കോടി രൂപ പാലക്കാട് വിറ്റ ടിക്കറ്റിന്. പാലക്കാട് ടൗണിലെ മൂകാംബിക ലക്കി സെന്ററിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ സമ്മാനം. ടിക്കറ്റ് വിറ്റത് എസ് മധുസൂദൻ എന്ന ഏജന്റാണ്. ധനമന്ത്രി KN ബാലഗോപാലാണ് ബമ്പർ നറുക്കെടുപ്പ് നിർവഹിച്ചത്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപ 10 പേർക്ക് ലഭിച്ചു. മൂന്നാം സമ്മാനമായ 1 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കും. ഫുട്ബോൾ ആരാധകർക്ക് ഇന്ന് ആവേശരാത്രി. ആരാധകർ കാത്തിരുന്ന മെസ്സി റൊണാൾഡോ പോരാട്ടത്തിന് കളിക്കളമൊരുങ്ങി. റിയാദിലെ സൗഹൃദ മത്സരത്തിൽ മെസ്സിയുടെ PSG റൊണാൾഡോ നയിക്കുന്ന സൗദി ഓൾ സ്റ്റാർ 11 നേരിടും. രാത്രി 10:30 മുതൽ റിയാദിലെ കിങ് ഫഹദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 2020 ഡിസംബറിന് ശേഷം ആദ്യമായാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും നേർക്കുനേർ വരുന്നത്. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.